സൈബർ പോരാട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി മാറും. തെറ്റായ സന്ദേശങ്ങൾ ഈ മേഖലകളിൽ പ്രചരിക്കുന്നത് വലിയ തോതിലുള്ള അപകട സാധ്യതയാണ് വിളിച്ചു വരുത്തുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് പോലും തെറ്റായ റിപ്പോർട്ടുകൾ ഒരു ഘട്ടത്തിൽ വന്നിരുന്നു. ഷബ്ന ഇപ്പോൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷബ്ന, അതീവ ജാഗ്രത തുടരുന്ന മേഖലയിലാണല്ലോ ഇപ്പോൾ താങ്കൾ ഉള്ളത്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ മുന്നറിയിപ്പുകൾ ആണ് ഉള്ളത്? എങ്ങനെയാണ് അവിടെ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്? സത്യത്തില് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതിന്റെ മുൻപ് ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്നു കാശ്മീരില്, പക്ഷെ ഇത്ര ലൈവായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മളോടൊക്കെ അലാറം മുറങ്ങിയത് കൂടാതെ ഫോഴ്സ് ഡിപ്ലോയ് ചെയ്തിരുന്നു. ഇവരൊക്കെ നമ്മളോട് മാറാൻ വേണ്ടിയിട്ട് നിർദ്ദേശം തരികയായിരുന്നു ചെയ്തിരുന്നത്. ഇന്നലെ അക്നൂർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവിടുന്ന് നൈറ്റിലത്തെ ഇഷ്യൂ ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ ഒരു പശ്ചാത്തലത്തില് ഇന്ന് അവിടുന്ന് തൊട്ടടുത്തുള്ള BSFന്റെ പലോറ എന്ന് പറയുന്ന ക്യാമ്പിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ താമസിച്ച അക്നൂർ ഈ എയർപോർട്ടിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ അതിന്റെ അടുത്തുള്ളതൊക്കെ ചെറിയ ചെറിയ ക്യാമ്പുകളാണ്. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും BSFന്റെ ഹെഡ്ക്വാർട്ടർ വരുന്നത് കുറച്ചുകൂടി ഈ പലോര എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ചുകൂടി എയർപോർട്ടിന്റെ അടുത്തായിട്ടുള്ളതാണ്. കുറച്ചുകൂടി വലിയ ക്യാമ്പാണ്. എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ളതാണ്. അപ്പം വേറെ ഫാമിലീസും ഉണ്ട്. ഞാൻ മാത്രമല്ല, വേറെ ക്യാമ്പിൽ നിന്നവരൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഓഫീസേഴ്സിന്റെ മെസ്സിലുള്ളവരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. സത്യം ഇപ്പോഴും എന്താന്നുള്ളത് ഇങ്ങനെ ഒരു ലൈവായിട്ട് ജീവിതത്തിൽ കാണുമ്പോൾ ഇപ്പോഴും ആ ഒരു ഷോക്ക് മാറിയിട്ടില്ല. കാരണം ഇന്നലെ ഇതൊക്കെ നടന്ന സ്ഥലം യക്നൂർ എന്ന് പറയുന്ന മാർക്കറ്റാണ്. അവിടുത്തെ വലിയൊരു ജമ്മുവിലെ ഒരു വലിയ സിറ്റിയാണ്. അപ്പൊ നമ്മൾ അവിടെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളിലുള്ള ഒന്ന് രഘുനാഥ് മന്ദിർ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് ഉള്ളത്, പേര് കേട്ടിട്ടുള്ള. അപ്പൊ അവിടെ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഗല്ലികൾ പോലെ മാർക്കറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇന്നലെ വൈകിട്ട് പോയ സമയത്താണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. അപ്പൊ എന്താന്നുള്ളത് ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് വന്നങ്ങാണ്ട് സ്റ്റാഫ് വന്നങ്ങാണ്ട് അവിടുന്ന് മാറണം എന്നും പറഞ്ഞിട്ട് കൂടെ വന്ന ഡ്രൈവറും പ്രൊട്ടക്ഷന്റെ ആൾക്കാർ അവിടുന്ന് കൊണ്ടുപോവാണ് ചെയ്തത്. പിന്നെ ക്യാമ്പിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പുറത്ത് ഇത് നടക്കുന്നത് എന്നുള്ളത് കണ്ടത്. വിഷ്വൽസ് തരാൻ നിർവാഹമില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, ക്യാമ്പിന്റെ മതിലുകൾ എന്നൊക്കെ പറയുന്നത് 2 3 പൊക്കത്തിലുള്ള മതിലുകൾ മറ്റുമൊക്കെയാണ് ഉള്ളത്. പിന്നെ കുറച്ച് ദിവസം മുൻപ് തന്നെ വേറെ ക്യാമ്പിൽ നിന്നാണോ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ളതാണോ എന്നറിയില്ല, നമ്മൾ ആംബുലൻസും കാര്യങ്ങളൊക്കെ, മൊബൈൽ ആംബുലൻസും കാര്യങ്ങളും മറ്റ് മെഡിസിൻസ് കാര്യങ്ങളും ഒക്കെ ഇവിടെ വന്നിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇവിടെ മലയാളി ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ഈ ഒരു യുദ്ധത്തിനുള്ള ഒരു ഇതുകൊണ്ടാണോ എന്ന് പറഞ്ഞ എല്ലാവരും പ്രിക്കോഷന്റെ ഭാഗമാണ്. പക്ഷെ അറിയായിരുന്നു ഇങ്ങനെ എന്തോ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളത്. കുറെ പേർക്ക്, ഇവിടെയുള്ള കുറെ പേർക്ക് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ വന്നിട്ടുണ്ട്. ഈ സമ്മറിൽ ട്രാൻസ്ഫർ വരുമല്ലോ. പക്ഷെ പ്രൊമോഷൻ കിട്ടിയവരൊക്കെ റാങ്ക് സെറിമണി നടത്തിയെന്നല്ലാതെ ആരെയും ഇവിടെ നിന്നൊന്നും റിലീവ് ചെയ്തിട്ടില്ല. ആരോടും പോകണ്ടെന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ദൃശ്യങ്ങളൊന്നും ഞങ്ങളും ആവശ്യപ്പെടുന്നില്ല. കാരണം നമ്മുടെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു ദൃശ്യങ്ങളും ഞങ്ങളും പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല. ഒപ്പം ഷംന, ഇവിടെ ഈ പറയുന്ന മേഖലകളൊക്കെ ഒരു പരിധിവരെയെങ്കിലും അവിടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്, ജനസംഖ്യ അറിയാം. എങ്കിൽ പോലും അതൊക്കെ ഒരു സാധാരണ ലൈഫ് പോലെ മുന്നോട്ട് പോയിരുന്ന പ്രദേശങ്ങൾ അല്ലേ? അവിടേക്കല്ലേ ഈ പാകിസ്ഥാൻ ഇത്രമേൽ വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നത്? കഴിഞ്ഞാല് ഭയങ്കര വിഷമം തോന്നുക. ഈ കുറച്ചു ദിവസം മുൻപ് ക്ലൗഡ് ബ്ലാസ്റ്റ് ഉണ്ടോണ്ട് ജമ്മു ശ്രീനഗർ ഹൈവേയിലൂടെ വലിയ വെഹിക്കിൾ അല്ലാതെ വരുന്നത് അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കാറാണ്, ഞാൻ മുഗൾ റോഡ് വഴിയാണ് ഞാൻ വന്നിട്ടുള്ളത്. മുഗൾ റോഡ് എന്ന് പറയുന്നത് ഈ രജൌരി അങ്ങനെ അതിലൂടെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഏറ്റവും വിഷമകരമായ കാര്യം, നമുക്ക് തന്നെ കണ്ണ് നിറഞ്ഞു പോയി. പല കുടുംബങ്ങളും ഒഴിഞ്ഞു പോയിങ്ങാണ്ട് റോഡ് സൈഡില് അതുങ്ങളെ കാലികളെയും മാടുകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ആയിട്ട് റോഡ് സൈഡുകളിൽ നിൽക്കുന്ന പല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം നോർമലി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ വണ്ടിയിൽ ഉണ്ടാവേണ്ട. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളെ കണ്ട സമയത്ത് അത് നിർത്തിക്കാണ്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ചില ഏരിയകളിൽ BSF ആവും, ചില ഏരിയകളിൽ CRPF ആവും, ചിലത് BSF മിലിറ്ററി ആവും. അപ്പൊ അതിൽ അവർ പറഞ്ഞു, ഈ രജോറിയുടെ കുറച്ചിപ്പുറമുള്ള ഒരു കാരണവശാലും നിർത്തരുത് മാഡം, ഇവിടുന്ന് പെട്ടെന്ന് മൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കവറോടെ ആ ഡ്രൈ ഫ്രൂട്ടും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട്, ഇല്ല മാം എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്കും കൂടി ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പോകണം എന്നും പറഞ്ഞിട്ട് മൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ചെറിയ ചെറിയ കുഞ്ഞു മക്കള്, ഒരുപക്ഷെ എന്താ പറയാ, നമ്മളെ കുഞ്ഞുങ്ങളെ പ്രായം, നമ്മളെ അനിയത്തിമാരെ പ്രായമുള്ള അമ്മമാരൊക്കെ കിടക്കുന്ന കാണുമ്പോൾ അവർ പലായനം ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഈ സ്ഥലത്ത് ഇത് ഉണ്ടാവുന്ന മുന്നേ കൂട്ടി വിവരം കിട്ടിയോണ്ടാണ് കഴിഞ്ഞ ദിവസം. അത് മാത്രമല്ലല്ലോ, പൂഞ്ചിൽ അങ്ങനെ ഒരു ആക്രമണമാണല്ലോ നടത്തിയത് പാകിസ്ഥാൻ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യം. അവിടെ നമ്മളും കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് എങ്കിൽ പോലും അത് ഹൃദയഭേദകമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ വീടുകൾ എന്നത്
അവർക്കത് കൊട്ടാരമാണ്, അവരുടെ ജീവിതത്തിലെ വലിയ അധ്വാനമാണ്. അതെല്ലാം തകർന്ന് തരിപ്പണമാക്കി കത്തിച്ചാമ്പലായി പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും അത്തരം ദൃശ്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അതിനിടെ 15 പേർ പൂഞ്ചിൽ മരണപ്പെട്ട സാഹചര്യം, നമ്മുടെ സഹോദരന്മാർ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ മറ്റ് മേഖലകളിൽ നിന്നൊക്കെ ആളുകൾക്ക് പലായനം ചെയ്യേണ്ടതായി വരുന്നത്. ഇപ്പോഴും അത് തുടരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത് താങ്കൾ? അതായത് ഈ അവിടെ സൈന്യത്തിൻ്റെ ഇടപെടൽ എത്രത്തോളം സാധ്യമാണ്? ഒന്ന്, ഈ ഭൂമിശാസ്ത്രപരമായി പ്രത്യേകത ഉള്ളത് കൊണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഇരുന്ന് ചിന്തിക്കുന്നത് പോലെ പെട്ടെന്നൊരു ഷെൽട്ടറിലേക്ക് മാറ്റുക, അതൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ അവിടെ. വളരെ അവിടുത്തെ ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കുറെ മലകളും ചുറ്റപ്പെട്ടതാണല്ലോ ഇത് ഇരിക്കുന്നത്. ഈ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോ ഇതുങ്ങളിങ്ങനെ ആർത്തിയോടെ കഴിക്കുന്ന കാണുമ്പോ ഇന്നും അത് ആലോചിക്കുമ്പോ കണ്ണിന്ന് വെള്ളം വരിക ചെയ്യണത്. അതുങ്ങളൊക്കെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ഇവർക്ക് കൊടുത്തു കഴിഞ്ഞ് ഞാൻ രജോറിയിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് എന്റെ അടുത്തുള്ള വെള്ളമൊക്കെ അവർ ചോദിച്ചപ്പോ ഞാൻ എടുത്തു കൊടുത്തപ്പോ എനിക്ക് ദാഹിച്ചിട്ട് വെള്ളം ഇല്ലായിരുന്നു. എന്റെ കൂടെ എന്റെ ഒരു പെറ്റ് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോണ്ടാവും, ഒരു ക്യാറ്റാണ്, പേർഷ്യൻ ക്യാറ്റ്. അതും ദാഹിച്ച് നല്ല ചൂടുമായിരുന്നു, ഉച്ച സമയമായതുകൊണ്ട് ദാഹിച്ച് വലഞ്ഞിട്ട്. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ ഒരു CRPFന്റെ വെഹിക്കിൾ ഉണ്ടായിരുന്നു. അവർക്ക് അറിയില്ല ഞാൻ ആരാന്നോ ഈ ഫാമിലി പെട്ടാന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ പോകുന്ന വഴിക്ക് അവർ കൈ കാട്ടി വണ്ടി നിർത്തിയിട്ട് അവർ ഫേസ് കണ്ടിട്ട് എന്തോ അവർക്ക് കൊണ്ടുവച്ച വെള്ളത്തിൽ നിന്നാണ് ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് തന്നത്. ഇപ്പോഴും കണ്ണിന്ന് മായാത്തത്. വഴിയിലൊക്കെ കുഞ്ഞുങ്ങൾ ആർത്തിയോടുകൂടി ഈ ക്യാമ്പിൽ നിന്ന് വരുന്നത് കൊണ്ട് ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് നിറയെ ബിസ്ക്കറ്റും സ്നാക്സും വാങ്ങി ഞാൻ എപ്പോഴും വണ്ടിയിൽ വെക്കാറുണ്ട്. ഞാനത് ഉദ്ദേശിച്ചത് മനുഷ്യരെ ഉദ്ദേശിച്ച് വെക്കുന്നതല്ല. വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതുങ്ങൾക്ക് നാൽക്കാലികൾക്ക് ഡോഗിനും മറ്റൊക്കെ ഫീഡ് ചെയ്യാൻ വെക്കുന്നതാണ്. അതൊക്കെ കൊടുത്തപ്പോൾ സാധാരണ നോർമൽ സാധനങ്ങൾ കൊടുത്തപ്പോൾ ആർത്തിയോടുകൂടി കഴിക്കണ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നെഞ്ഞ് പൊടിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ അമ്മമാരോ മുത്തച്ഛന്മാരോ അല്ലെങ്കിൽ നമ്മളെ മക്കളുടെയൊക്കെ പ്രായമുള്ളവർ റോഡ് സൈഡിൽ ഒന്നും നഷ്ടപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമകരമായ കാഴ്ചയാണ്. ഇതിന്റെ മുന്നേ ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇതേപോലെ സജിത്തിന്റെ കൂടെ ലൈവിൽ വന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ എത്രയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇവരെ ഉള്ളിൽ ആളിക്കത്തുന്നത് മതം എന്ന് പറയുന്ന ഒരു വികാരമാണ്. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ കാരണം എത്രയോ ജനതയാണ് ഇന്ന് വഴിയാധാരാവുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അവരുടെ ജീവിതമാർഗങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ വീടുകൾ, ഇവർക്കൊന്നും ഇവര് മരിക്കാനായിട്ട് തയ്യാറായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ് ഇതിന്റെ പുറകില്. അവരൊക്കെ മരിച്ചു കഴിഞ്ഞു. അതാണല്ലോ ഈ ഷംന, ഇതില് വലിയ മാറ്റമാണല്ലോ ഇപ്പോൾ താങ്കൾ അവിടെയുള്ള ആൾ എന്ന നിലയിലൊക്കെ വലിയ മാറ്റം അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ എന്ന വികാരം അവിടെ ഒരു പരിധിവരെയൊന്നും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴതൊക്കെ മാറി, സാഹചര്യങ്ങൾ മാറി വരുന്നു. ജമ്മു കാശ്മീർ എന്നത് കൂടുതൽ സഞ്ചാരികൾ അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് പോകുന്നു. അവിടെയുള്ള പ്രദേശവാസികൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുന്നു, ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അവിടെയല്ലേ വളരെ പെട്ടെന്ന് അശാന്തമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത്? നമ്മൾ പറയല്ലോ ഒരു അരക്ഷിതാവസ്ഥ എന്നല്ല പറയാ, നമ്മൾ നാഥനില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ്. ഈ വരുന്ന വഴിയിൽ എന്ന് പറഞ്ഞത് നിറയെ മഞ്ഞുപാളികളുള്ള റോഡാണ് ഈ മുഗൾ റോഡ് എന്ന് പറയുന്നത്. വളരെ സൂക്ഷിച്ചു വന്നിട്ടില്ലെങ്കിൽ വെഹിക്കിൾ സ്ലിപ്പായി പോകും. നല്ല ഇരട്ടി സമയം എടുക്കും. നമ്മളിപ്പോ വയനാട് ചുരമൊക്കെ കയറുന്ന പോലെ അതിനേക്കാൾ ഒരു 10 ഇരട്ടി ഡിഫിക്കൽട്ട് അതിലൂടെ വരുന്നത്, പ്രത്യേകിച്ച് റോഡിൽ മൊത്തം മഞ്ഞായതുകൊണ്ട്. അപ്പൊ വളരെ സ്ലോ ആയിട്ട് വരുമ്പോ ഇതിന്റെ മുൻപൊക്കെ അതിലൂടെ വന്നത് ആ ഒരു പ്രകൃതി ഭംഗി വളരെ ആസ്വദിച്ചിട്ട് ഒരു ഫോട്ടോ എങ്കിലും എടുത്തിട്ടാണ് ഞാൻ അതിലൂടെ കടന്നു പോയിട്ടുള്ളത്. പലതവണ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ മനസ്സ് വിഷമിച്ചിങ്ങാണ്ട് ഈ കാഴ്ചകൾ കണ്ടു വരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതും ആഹാരത്തിന്, കിടപ്പാടം പോയിട്ട് ആഹാരത്തിന് വരെ ഇല്ലാതെ റോഡ് സൈഡിൽ ഇവരെ ജീവിതമാർഗം കാലികളെ മേയ്ക്കുന്നതാണല്ലോ. അപ്പൊ ഈ ആടുകളെയും മറ്റുമായിട്ട് റോഡ് സൈഡിൽ വെറും തുണി വിരിച്ചിട്ടും നിലത്തും ഇവരെ ചട്ടിയും പാത്രങ്ങളുമായിട്ടാണ് ഇവർ ഇരിക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും നമ്മളെ നിർത്തുന്നില്ല. വെഹിക്കിളൊക്കെ വേഗം മൂവ് ചെയ്യാനാ പറയുന്നത്. എല്ലാ സ്ഥലത്തും ഫോഴ്സ് ഉണ്ട്. ഒരു ഇഞ്ച് പോലും അവരെ കണ്ണെത്താത്ത സ്ഥലത്തില്ല. നമ്മൾ പറയല്ലോ ഇത് ഈ സമയം കടന്നു പോകും. പക്ഷെ ആ കടന്നു പോകുന്നത് നമ്മളിൽ ഒരുപാട് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കിയാണ്ടാണ് കടന്നു പോകുന്നതെന്ന് കൂടി ഓർക്കണം. നമുക്കിതൊന്നും തരണം ചെയ്യാനുള്ള ശേഷി അവർ ഇതിലെ എതിർകക്ഷികൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ഇത് തരണം ചെയ്യാനുള്ള ശേഷി നമുക്കുണ്ട്. അത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. പക്ഷെ ഇതുകൊണ്ട് വരുന്ന